ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ ഹവാല ഇടപാട് നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ഐ.ടി നോട്ടീസ് മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിക്കാണ് നോട്ടീസ് നൽകിയത്. പൂക്കയറ്റുമതിയുടെ മറവിലായിരുന്നു ഹവാല ഇടപാട് നടത്തിയിരുന്നത്. മറ്റൊരു സംഘാംഗമായ സൗദി മലയാളി റാഷിദിനായും അന്വേഷണം നടക്കുകയാണ്. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, കേസിന്റെ വിശദാംശങ്ങൾ. പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മലപ്പുറം, കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഐ.ടി വകുപ്പ് വ്യാപകമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഐ.ടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ 330 കോടി രൂപ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വലിയ തോതിലുള്ള ഹവാല ഇടപാടുകൾ ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പൂക്കച്ചവടക്കാരൻ ഇന്തോനേഷ്യയിലേക്കടക്കം പൂ കയറ്റുമതി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലി എന്ന വ്യക്തിയിലേക്ക് അന്വേഷണം ചെന്ന് നിൽക്കുന്നത്. ഇയാളാണ് ഈ ഹവാല ഇടപാടുകളുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് നിലവിൽ ഐ.ടി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാളുടെ ഒരു ഈ തട്ടിപ്പിലെ മുഖ്യ സംഘാംഗം അല്ലെങ്കിൽ ഈ ഹവാല ഇടപാടുകൾ ഇയാൾക്ക് പ്രധാനമായ സഹായം ചെയ്തിരുന്ന മറ്റൊരാളെ കൂടി നിലവിൽ ഐ.ടി വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൗദിയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ റാഷിദ്, ഈ രണ്ടുപേരെയാണ് നിലവിൽ ഐ.ടി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ മുഹമ്മദ് അലിക്ക് ഐ.ടി വകുപ്പ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 500-ലധികം മ്യൂൾ അക്കൗണ്ടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 500-ലധികം മ്യൂൾ അക്കൗണ്ടുകളിൽ വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഐ.ടി വകുപ്പ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ 300ഓളം ക്രിപ്റ്റോ വാലറ്റുകളുടെയും പരിശോധനകൾ നടത്തുന്നുണ്ട്. 300ഓളം ക്രിപ്റ്റോ വാലറ്റുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 330 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ളത് എന്നാണ് നിലവിൽ ഐ.ടി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാവും. കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും നിലവിൽ ഇതിലെ മുഖ്യ സൂത്രധാരന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഐ.ടി വകുപ്പ് നൽകിയിട്ടുണ്ട്. ധന്യ.